ഒരു കളറും എസെൻസും ഒന്നും ചേർക്കാതെ തയ്യാറാക്കി എടുത്തിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചൂടിന് നമുക്ക് എത്ര വെള്ളം കുടിച്ചാലും മതിയാവില്ല. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ജ്യൂസുകളൊക്കെ ട്രൈ ചെയ്യുന്നവർക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഐറ്റമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതുപോലെ ചെറിയൊരു പീസ് മത്തനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് നല്ല മൂത്ത മത്തനാണ്, അതുകൊണ്ട് തന്നെ നല്ല കളറും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു നല്ല കളറുള്ള മത്തനായതുകൊണ്ട് തന്നെ നമ്മുടെ ജ്യൂസിനും നല്ല കളറുണ്ട്. അപ്പോൾ ഒരു ചെറിയ പീസേ ഉള്ളൂ കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല പൊടിയുള്ള മത്തനാണ്. അപ്പോൾ അത് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കഴുകിയതിന് ശേഷം ഇനി ഇതുപോലൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് വേവിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു 2 ഏലക്കായ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലി ഒഴിവാക്കിയിട്ട് ആ ഒരു കുരു കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒരു 1/2 കപ്പ് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. മത്തന് ഒരുപാട് വേവൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് കുറഞ്ഞ വെള്ളത്തിൽ നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി കറുത്ത കസ്കസ് എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ വെള്ളത്തിലൊക്കെ ഇടുന്ന കസ്കസ്. അപ്പോൾ അത് ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക, അത് കുതിരാൻ വേണ്ടിയിട്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതവിടെ കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ മത്തന് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ അങ്ങ് വെന്ത് നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വരുന്ന ആ ഒരു രീതിയിൽ തന്നെ ആയി വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് വെന്ത് കിട്ടണം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇതുപോലെ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് പാലൊഴിച്ച് കൊടുക്കാം. ഇനി ഞാൻ അതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കണ്ടൻസ്ഡ് മിൽക്കും പിന്നെ ബാക്കി മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാരയുമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മുഴുവൻ മധുരത്തിനും കണ്ടൻസ്ഡ് മിൽക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ അങ്ങ് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളമാണ് ലൂസ് വേണ്ടത് അതിനനുസരിച്ചിട്ട് പാല് ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല കട്ടിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കാം. ഞാൻ കുറച്ചൊരു വെള്ളം പോലെയുള്ള നമുക്ക് നല്ല ദാഹിക്കുന്ന സമയത്തൊക്കെ കട്ടിയിലുള്ളത് കുടിച്ചാൽ അത്രയ്ക്ക് അങ്ങ് ദാഹം മാറില്ലല്ലോ. അപ്പോൾ നമുക്ക് നല്ല കുറച്ചൊരു ലൂസായിട്ടുള്ള ഒരു ഡ്രിങ്ക് രൂപത്തിലാണ് കേട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് കട്ടിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാക്കാം. ഇനി ഇതിലേക്ക് തണുപ്പിന് ആവശ്യത്തിനുള്ള ഐസ് ക്യൂബ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള ഒരു കസ്കസ് കൂടെ ഇതിലേക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അതൊക്കെ എത്രയാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആപ്പിളാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഡ്രിങ്ക് റെഡി ആയിട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് കൂടുതൽ വെള്ളം പോലെ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ലൂസാക്കി എടുക്കാം. കട്ടിയിൽ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടും ചെയ്യാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല അടിപൊളിയായിട്ടുള്ള ജ്യൂസാണ്. പിന്നെ നിങ്ങൾക്കിതിൽ നമ്മുടെ ഏലക്കയാണ് ഇതിൽ ഫ്ലേവറിനായിട്ട്. ഏലക്കായുടെ ആ ഒരു ചെറിയ ഫ്ലേവറിലാണ് കേട്ടോ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാകുക. മത്തൻ്റെ ഫ്ലേവറൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏലക്കായ്ക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ ഇത് അടിക്കുന്ന സമയത്ത് മത്തന് വെറുതെ വേവിച്ചെടുത്തിട്ട് ഇത് അടിക്കുന്ന സമയത്ത് വാനില എസൻസ് ചേർത്ത് കൊടുത്താലും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജൊന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.